ഓണക്കാലമായതോടെ നാട്ടിലെത്താൻ നെട്ടോട്ടം ഓടുന്നവരെ പിഴിയുകയാണ് സ്വകാര്യ ബസ്സുകളെന്നാണ് പരാതി. ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയെന്ന് യാത്രക്കാർ പരാതി പറയുമ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ട്രാവൽ ഏജൻസികൾക്ക് പറയാനുള്ളത് എന്നതുകൂടി നമുക്ക് കേൾക്കാം. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന അവരോട് സംസാരിക്കുന്നു. കാണാം. ഓണക്കാലമാണ് വരാൻ പോകുന്നത്. നാട്ടിലേക്ക് എത്താൻ മലയാളികളുടെ നെട്ടോട്ടമായിരിക്കും ഇനി. പലരും ട്രെയിനുകളെ ആശ്രയിക്കുന്നു, മറ്റു ചിലർ ദീർഘദൂര ബസ് സർവീസിനെ ആശ്രയിക്കുന്നു. ടിക്കറ്റിന് ദീർഘദൂര സർവീസുകളിലൊക്കെ ടിക്കറ്റ് നിരക്ക് കൂടുന്നു എന്ന് പരാതിപ്പെടുന്നവരുണ്ട്. നിലവിൽ ഏതായാലും എന്താണ് സാഹചര്യം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിലവിലിപ്പോൾ കോഴിക്കോട് പാളയത്തുള്ള ഒരു ട്രാവൽ ഏജൻസിയിലാണ് നമ്മളുള്ളത്. ചേട്ടാ, എന്താ നിലവിലെ ഒരു സാഹചര്യം? എല്ലാ ബസ്സുകളും ഈ ഓണത്തിന് ഒരു മാസം മുമ്പ് തന്നെ നമ്മൾ ചാർട്ട് ചെയ്ത് ഇടുന്നതാണ്. പൊതുവേ ബാംഗ്ലൂർ, ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വെള്ളിയാഴ്ചകളിലും ഇവിടുന്ന് അങ്ങോട്ട് സൺഡേയിലാണ് സ്ഥിരമായിട്ട് തിരക്കുണ്ടാവാറ്. ഇപ്പം നമ്മളെ ഇതിൽ ഇപ്പോൾ വരുന്നത് 22-ാം തീയതി ശനിയാഴ്ച, അതേമാതിരി 21-ാം തീയതി വെള്ളിയാഴ്ചയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇരട്ടി റേറ്റുകളാണ് ഇവിടെ ഓഫീസുകൾ പോലും ഇല്ലാത്ത വണ്ടികൾ ഈടാക്കുന്നത് ഓൺലൈനിൽ. അപ്പം കസ്റ്റമർ ഡയറക്റ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് അങ്ങനത്തെ ഒരു ഓഫീസുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവരിവിടെ വന്നിട്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ് വണ്ടിയുടെ കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ട്. നമുക്കിപ്പോൾ ഇവിടെ ഓഫീസുകളായിട്ട് ഇരിക്കുന്ന നമ്മളെ ശരിക്കും വെറുതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മളെ വണ്ടികളിലൊന്നും ഇതാവുന്നില്ല. അവർ ഓൺലൈനിൽ നിന്ന് വണ്ടികൾ അമിത ലാഭം ഈടാക്കി ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റിൽ വരുന്ന വ്യത്യാസം എന്താണ്? റേറ്റ് സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു ട്രിവാൻഡ്രം നോർമൽ ഡേയ്സിൽ 800, 950 ഒക്കെയാണ് നോർമൽ റേറ്റ് വരുന്നത്. അപ്പോൾ ഫെസ്റ്റിവൽ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ 1200, 1300 വരെ നമ്മൾ എക്സ്ട്രാ അല്ല 1300 രൂപ വരെ ആവുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ ഓഫീസ് പോലും ഇല്ലാതെ വരുത്തു വണ്ടികൾ അത് 2000, 2500, ചെന്നൈ ബസ്സൊക്കെ 3500 രൂപയ്ക്ക് വരെ നോൺ AC വണ്ടികൾ ഇവിടുന്ന് റേറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. ഇത്തവണയും നല്ല തിരക്ക് തന്നെയാണ്. ഇത്തവണയും നല്ല തിരക്കുണ്ട്. അപ്പം അത് 31-ാം തീയതിയൊക്കെ ശരിക്കും നല്ല തിരക്കാണ്. കാരണം ഓണം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഓണാഘോഷം കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഈ ചില പരാതികളൊക്കെ വരുന്നത് ഈ നിരക്ക് 500-800 രൂപയൊക്കെ കൂട്ടുന്നുണ്ട് ഏജൻസികൾ വഴി എന്നൊക്കെ ഉള്ള ഒരു പരാതികൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു അമിതമായ പൈസ കൂട്ടുന്നൊരു സാഹചര്യം നിലവിലുണ്ടോ? അമിതമായ പൈസ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടുത്തെ ഇവിടെ ഇപ്പോൾ നിലവിൽ റെഗുലറായിട്ട് ഓടുന്ന വണ്ടികൾ ചെറിയ നിരക്കിൽ കൂട്ടുന്നുള്ളൂ. പക്ഷേ നമ്മളെ ഓഫീസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് അവർക്ക് തോന്നിയമായുള്ള റേറ്റ് ഇട്ടിട്ട് ചെയ്യുന്നത്. എന്തായാലും അങ്ങനെ തന്നെയാണ്, വലിയ തിരക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഓണക്കാലത്തെ ബുക്കിങ്ങുകളൊക്കെ ഈ ട്രാവൽ ഏജൻസി വഴിയുള്ള ബസ് സർവീസിൻ്റെ ബുക്കിങ്ങുകളൊക്കെ ഇപ്പോൾ തന്നെ പൂർണ്ണമായിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഏജൻസികൾ വഴി അല്ലാത്ത ചില ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നു. അവർ വലിയ തുക ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങരയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കും. പല യാത്രാമാർഗങ്ങളുടെയും അവസ്ഥ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇതാണ് അപ്പോൾ ട്രെയിനിൻ്റെ അവസ്ഥ. ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് നിരക്കിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഈ ട്രെയിനിൻ്റെ സ്പെഷ്യൽ സർവീസുകൾ അത് കാര്യക്ഷമമായില്ല. ഇനി കൂടുതൽ സർവീസുകൾ ആവശ്യമാണ്. സ്വകാര്യ ബസ്സിൻ്റെ അവസ്ഥ പോലും നമ്മൾ കേട്ടു. ഒപ്പം നമ്മുടെ MP അടക്കം ഈ വിഷയത്തിൽ സംസാരിക്കുകയുമായിരുന്നു. നമുക്ക്